നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൗതം, നീ ഇപ്പൊ എങ്ങോട്ട് പോവാ? അത് എനിക്ക് ഒരിടം വരെ ഒന്ന് പോണം. നീ ചായ പോലും കുടിച്ചില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട. നിനക്ക് എന്താടാ മോനെ പറ്റിയത്? ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? ഇറങ്ങി പോകാൻ നേരം ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടതല്ലേ? ഇന്നലെ വരെ എന്നോട് ഒരു വാക്ക് പറയാതെ നീ ഇറങ്ങിയിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇന്നൊന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നത്? അത് വേണ്ടമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഗൗതം, ദൈ ചായ കുടിക്ക, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. എനിക്ക് ചായയും വേണ്ട, ഒന്നും വേണ്ട. അല്ലാതെ തന്നെ വയറ് നിറഞ്ഞിരിക്കുക. എന്താ നിധി, ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്നലത്തെ വഴക്കിന്റെ പിണക്കം ഇതുവരെ മാറിയിട്ടില്ല അല്ലേ? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടതിന് ഞാനെന്ത് പിഴച്ചു? എന്നോട് എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നേ? മാമോനെ, അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ കഴിക്കണ്ട. ഈ ചായ വേണ്ടല്ലോ. അമ്മ, ഇതൊന്ന് പിടിച്ചേ, ഞാനും കൂടി ഇറങ്ങട്ടെ. അല്ല, നിങ്ങൾ രണ്ടാളും കൂടി എങ്ങോട്ട് പോവാ? എന്തെങ്കിലും ഒന്ന് പാ തുറന്നു പറ മോനെ. ഞാൻ പോകുന്നത് നിർമ്മലാമ്മയെ കാണാൻ ആശുപത്രിയിലേക്കാ. എന്താ കുഴപ്പമുണ്ടോ? അത് പിന്നെ നിർമ്മലയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ നീതി പറഞ്ഞത്. പിന്നെന്തിനാ എന്നൊന്നും കാണാൻ പോന്നേ? ഒരിക്കൽ കൂടി പോയി കണ്ടുവെന്ന് വെച്ച് എന്താ കുഴപ്പം? വീണ്ടും കാണാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. നീ ദേഷ്യപ്പെടാതെ മോനെ, ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ഓഫീസിൽ 100 കണക്കിന് ജോലിയും തിരക്കുള്ള ആളല്ലേ നീ. നീ എന്തിനാ അവളുടെ പിറകെ കിടന്ന് ഓടുന്നത്? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നീതി പോയിട്ട് വരത്തില്ലേ? എനിക്ക് പോണോന്ന് തോന്നി, ഞാൻ പോകുന്നു. അതിലിപ്പോ എന്താ കുഴപ്പം? ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതല്ലേ പിടിവാശിയുടെ കാര്യം. നിർമ്മലാന്റെ അടുത്തേക്ക് പോണോന്ന് ഗൗതം തീരുമാനിച്ചു. അതിനെ അമ്മയെന്നല്ല ഞാനെന്നല്ല ആര് പറഞ്ഞാലും ആ തീരുമാനം മാറില്ല. ഗൗതം, നമുക്ക് ഇറങ്ങാം. നിന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. പോണെങ്കിൽ തന്നെ നീ എന്തിനാ ഒറ്റയ്ക്ക് പോന്നേ? ഇവളും കൂടെ വരട്ടെ. ചേടാ, ഞാൻ എവിടെ പോയാലും ഇവളെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? എനിക്കെന്താ ഇവിടെ അടുത്തുള്ള ആശുപത്രിയിൽ ഒറ്റയ്ക്ക് പോകാൻ അറിയില്ലേ? ഗൗതമിനെ പോലെ തന്നെ വാശി എനിക്കുണ്ട്. ഞാൻ വരുമെന്ന് പറഞ്ഞാൽ വരും. എന്നെയും കൊണ്ടുപോയേ പറ്റൂ. എടമോനെ, അവളെയും കൂടി കൊണ്ടുപോ. ചെല്ല. നീ ഇതെന്ത് ഭാവിച്ച? കാറ് തുറക്ക്. ഗൗതം, പ്ലീസ്, അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. കാറ് തുറക്ക്. സത്യത്തിൽ ഇവർക്കിടയിലുള്ള പ്രശ്നം എന്തായിരിക്കും? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. രണ്ടുപേരും എന്തോ മറയ്ക്കുന്നുണ്ട്, അതുറപ്പാ.